ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 2 വർഷം മുമ്പത്തെ ഒരു വീഡിയോ ആണ്. കുഞ്ഞി മഹാരാഷ്ട്ര പോവാണ്. അപ്പോൾ അതിന് ഞങ്ങൾ രാവിലെ എണീറ്റ് കൊണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ കൂടെ ചാരുണ്ട്, അമ്മയുണ്ട്, പിന്നെ കുഞ്ഞ് എന്തായാലും വേണമല്ലോ. അങ്ങനെ ഉള്ള ലഗേജും സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ 4 ആളും കൂടെ നേരെ പോവാണ് കേട്ടോ. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് മെല്ലെ സംസാരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ചാരുൻ്റെ അച്ഛനും അമ്മയൊക്കെ എണീറ്റിട്ടുണ്ടാവും, അവർക്ക് അവരുടേതായ പണികളൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ തൃശ്ശൂർ എത്തിയിട്ട് അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ വാങ്ങി നേരെ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിങ്ങിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ട് നമ്മൾ വിചാരിച്ചു വഴിയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് നമുക്ക് കയറി കൊണ്ടാക്കി പോകാമെന്ന്. പിന്നെ അതൊരു സേഫ്റ്റി ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കണോ, നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കണോ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക അസ്വസ്ഥത ഉണ്ടാവില്ല. അത് കാരണം നല്ലോണം പാർക്കിങ്ങിലൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ പോകാമെന്ന് വെച്ചു. അപ്പോൾ കുഞ്ഞ് കുറച്ച് അധികം ലഗേജൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാമല്ലോ, അതേപോലെ ഇഷ്ടമുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ ഇരുന്നു. അപ്പോൾ ഇവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ എവിടെയാണ് നിൽക്കണേന്നും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയില്ല. കാരണം പല ഡിസ്ട്രിക്റ്റിനുള്ള ആൾക്കാരാണ് ഇന്നത്തെ ക്യാമ്പിന് പങ്കെടുക്കാൻ പോണത്. അപ്പോൾ അവളുടെ കോളേജിൽ നിന്ന് അവളാണ് പോണത്. പിന്നെയൊക്കെ അങ്ങനെ ദൂരെയുള്ള കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തൃശ്ശൂർക്ക് വരാനാണ് പറഞ്ഞത്. പിന്നെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിലാണ്. പിന്നെ ഓൾറെഡി ഇവർക്ക് സീറ്റ് ബുക്കുള്ള കാരണം അങ്ങനെയാണ് ഇന്ന് ഇവർ യാത്ര പോകുന്നത്. അങ്ങനെ ഒരു ട്രെയിൻ വന്നപ്പോൾ പിന്നെ നമ്മുടെ ചാരുവിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ചാരു ആദ്യമായിട്ടാണ് ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതും ട്രെയിനെ കാണുന്നതും. ഭയങ്കര പേടിയായിരുന്നു, കാരണം ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ നേരെ മാറി നിന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ട്രെയിനെയും ട്രെയിൻ പാളത്തിനെയും ഒക്കെ നോക്കി നിന്ന് തനിയെ മടുത്തു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് അങ്ങനെ ഞങ്ങളോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് അപ്പുറത്തിരിക്കുന്ന കണ്ടു. കുറേ നേരം ഞങ്ങളോട് വർത്താനം പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അടുത്തേക്ക് എണീറ്റ് പോയിട്ടാ. അങ്ങനെ ആ ഫ്രണ്ടിനോടും സംസാരിച്ചു. കാരണം യൂണിഫോം ഉള്ള കാരണമാണ് നമുക്കിങ്ങനെ അറിയാനായിട്ട് പറ്റണത് കേട്ടോ. ഇപ്പോൾ മുമ്പ് പരിചയമില്ലെങ്കിലും ഇവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളായിരുന്നു ആ ഒരു എന്താ പറയുക ആ സ്കൂളിനെ കൊണ്ടുപോകേണ്ട ആൾ. അപ്പോൾ പ്ലാറ്റ്ഫോം 1ൽ നിന്ന് നമ്മൾ 2ലേക്ക് സ്റ്റെയർ ഇറങ്ങി നടന്നപ്പം അവിടെ ഒരു സായിപ്പ് നിന്നിട്ട്, ഞാനും ചെറുപ്പത്തിൽ NCCയിലൊക്കെ ഉണ്ടായിരുന്നു, എങ്ങോട്ടാണ് പോണേ അങ്ങനെ ചെറിയ കുശലം ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നതാണ് നമ്മൾ ആ കാണുന്ന വീഡിയോയിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരോടൊന്ന് ഫോം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതാ 10-14 പേരാന്ന് തോന്നുന്നുണ്ട്. ഇത് 2 വർഷത്തെ മുമ്പുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്കതിൻ്റെ എന്താ പറയുക സ്ട്രെങ്ത്തൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. എന്നാലും എൻ്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഇതൊരു മെമ്മറി ആണല്ലോ, അത് കാരണം ഞാൻ പിന്നെ കളയണ്ട, ഇത് യൂട്യൂബിൽ തന്നെ ഇടാം എന്ന് തോന്നിയിട്ടാണ്. അങ്ങനെ അവർക്ക് ചെറിയൊരു മീറ്റിംഗ് ഒക്കെ നടത്തുകയാണ്. കുറച്ച് മുമ്പ് വരെ ഇരുന്നപ്പോൾ വന്ന കുട്ടികളോടൊക്കെ എപ്പോഴാണ് വന്നേ അല്ലെങ്കിൽ ഇങ്ങനെ വിശേഷമൊക്കെ അന്വേഷിക്കുമല്ലോ. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവർ തലേ ദിവസം വന്നിരിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനിൽ. അവിടെ AC കമ്പാർട്ട്മെൻറ്റൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെ, അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര അതിശയമായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ അച്ഛനും അമ്മയും, ചിലവരുടെ അച്ഛനും അമ്മയും ഉണ്ട്, ചിലർ ഒറ്റയ്ക്കാണ് വന്നത് കേട്ടോ. അമ്മയാണെങ്കിൽ നല്ല വിഷമത്തിലാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമാണ്, മകൾ പോകുമ്പോൾ അമ്മ എന്തായാലും വിഷമിക്കണം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനുണ്ടല്ലോ. അത് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ ഇവൾ ഇപ്പം സെം എക്സാമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ ഇടയിലാണ് ഈ സെം എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2 എക്സാം എന്തോ എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സെം എക്സാമിനും പഠിക്കണം, ക്യാമ്പിനുള്ള സാധനങ്ങൾ വാങ്ങണം, ക്യാമ്പിൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ പഠിപ്പും എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ദിവസം മാറി നിന്നാലും അവൾ റൂമിലുള്ള പോലെ തന്നെയാണ് ഉള്ളൊരു സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മോട് എങ്ങനെ അറിയില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് അവൾ പുറത്ത് വരുമല്ലോ, അപ്പോൾ മിണ്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ ഫുൾ റൂമിലായിരിക്കുമല്ലോ. അപ്പോൾ അത് അങ്ങനെയുണ്ട്. അപ്പം ഞാനാണ് പുറത്ത് പോകണമെങ്കിൽ എൻ്റെ അമ്മ നല്ലോണം വിഷമിക്കും, കരയും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനാണ് എൻ്റെ വീട്ടിലെ മിണ്ടൽ പ്രാന്തി. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ മിണ്ടുകൊണ്ടിരിക്കും. ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടായാലും അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് വന്നിട്ടായാലും ഞാനിങ്ങനെ ചായ കുടിച്ച് മിണ്ടിയിട്ടൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറ് കേട്ടോ. അങ്ങനെ ഇതാ ട്രെയിൻ വരാറായി. അപ്പോൾ ഞാൻ എൻ്റെ പഴയ കാര്യങ്ങൾക്കൊന്ന് പോയി ഗൈസ്. അങ്ങനെ എൻ്റെ ട്രെയിൻ വരാറായി. എൻ്റെ ട്രെയിനല്ല, അവളുടെ ട്രെയിൻ വരാറായി. അപ്പോൾ അവിടെ അവരുടെ കോച്ച് ഉണ്ടല്ലോ, ആ കോച്ചിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കയറിയാൽ പോരെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും ചേട്ടനാണ് കേട്ടോ. അവരും എങ്ങോട്ടൊക്കെയോ പോണത്. അപ്പോൾ കുഞ്ഞി ക്യാമ്പിന് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം
ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗെറ്റ് മൈ ട്രെയിനോ അങ്ങനെ ഇതിൽ നോക്കാമല്ലോ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ എവിടെ നോക്കിയോ അങ്ങാണ്ട് വരുന്ന ട്രെയിനാണ്. അപ്പോൾ അതിനെങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ കുറച്ചും കൂടെ ലേറ്റാണ്. നമ്മൾ പുലർച്ചെ ഇറങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. പുലർച്ചെ എന്ന് പറയുമ്പോൾ അത്രയും പുലർച്ചെ ഇറങ്ങിയിട്ട് ഉറക്കക്ഷീണമുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ അടുത്തെത്തി. ഇനി നമ്മുടെ കോച്ച് അന്വേഷിക്കണം. യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഇതാ കുഞ്ഞി പോവാണ് കേട്ടോ. അപ്പോൾ 5 ദിവസം ട്രെയിനിൽ തന്നെ കഴിയണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയ ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് ഫസ്റ്റും സെക്കൻഡും ഡേ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും ഫ്രഷ് ആവാനായിട്ട് പറ്റില്ല. പിന്നെ അവൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കുളിക്കാണ്ടൊക്കെ ഇരിക്കാറുണ്ട്. അവൾ പഠിത്തത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കുളിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു പ്രശ്നം വരില്ല എന്ന് തോന്നുന്നുള്ളൂ. കാരണം ഞാനിത് ഓപ്പണായിട്ട് പറയാമല്ലോ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അവൾ കുളിക്കാറുള്ളൂ. അപ്പോൾ അതൊരു എന്താ പറയുക, ഈ ക്യാമ്പിന് പോകാനായിട്ടുള്ളൊരു പ്രചോദനമായി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ തിരിച്ച് വന്നപ്പം, അല്ലെങ്കിൽ തിരിച്ച് അവൾ പോയി ഞങ്ങൾ തിരിച്ച് വേണ്ടി വന്നപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിരുന്നു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാനായിട്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ ഒരാൾ അതിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ. പിന്നെ എന്താ പറയുക, രാവിലെ 8 മണി എന്തോ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ കാര്യങ്ങൾ നോക്കിയേ പറ്റുള്ളൂ കേട്ടോ. അപ്പം നേരെ ഇവിടുന്ന് ചെന്നിട്ട് വേണം നേരെ എന്താ പറയുക ഓഫീസിൽ പോകാനായിട്ട്. അപ്പോൾ ഓഫീസിൽ പോകാനായിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഒന്നും വെച്ചിട്ടില്ല, പുലർച്ചെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ വഴിയെന്നല്ല നമ്മളെ വഴിയിലുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മസാല ദോശയും എന്തോ വടയൊക്കെയാണ് കഴിച്ച് പോയത് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. കാരണം ഞാൻ ഈ വീഡിയോസൊക്കെ കളഞ്ഞിട്ട് എന്താ കാര്യം, എനിക്കും ഇത് കാണാനാണല്ലോ ഞാനിത് സേവ് ചെയ്ത് വെച്ചേക്കണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കളയാണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ എൻ്റെ ഈ വീഡിയോനെ ഞാൻ ഇല്ലാണ്ടാക്കിയത്. ഇനി ഇതിൽ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയാണ് ചാരു ഇതേപോലെ രാവിലെ ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പുലർച്ചെ ഇറങ്ങിയിട്ട് ഇതേപോലെ ഒന്നും ആയിട്ടില്ല, അങ്ങനെ അപ്പോൾ അവളുള്ള കാരണം നമ്മുടെ കുറച്ച് വിഷമമൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ മതി എൻ്റെ വീട്ടിൽ. ഇപ്പോൾ കുഞ്ഞ് പോയതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ ഞാൻ മതിയല്ലോ അത് മാറ്റാനായിട്ട്. കാരണം എൻ്റെ കുറേ പൊട്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അമ്മ കുറച്ചും കൂടെ ഹാപ്പിയാവും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.